Hello friends, welcome to our channel. ഇപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ പിക്സൽ 8ന്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തൊട്ട് ഫ്ലിപ്കാർട്ടിൽ പുതിയൊരു സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക നവരാത്രി ആ സാധനത്തിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യലായിട്ട് പുതിയൊരു സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് മെയിനായിട്ട് ഓഫർ വന്നിരിക്കുന്നത് നമ്മുടെ പിക്സൽ സീരീസുകൾക്കാണ്. പിക്സൽ 8ന്റെ പ്രൈസ് ഇപ്പോൾ 38,999 ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ICICI കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4,000 രൂപ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35,000 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ 35,000 രൂപയ്ക്ക് ഈ സാധനം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി എടുക്കാൻ തന്നെ പറയുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊരു പിക്സൽ ഓൾറെഡി മുമ്പ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ നല്ലത് തന്നെയാണ്. വേറെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 ക്യാമറ സെൻസേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മുടെ നോർമൽ നമ്മുടെ ഐഫോണിൻ്റെ പോലെ തന്നെ നമ്മുടെ ഐഫോണിൻ്റെ പോലെ തന്നെ 2 കിട്ടുന്നുള്ളൂ. നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് കിടിലൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ തന്നെ നോക്കണം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ആൻഡ്രോയിഡിൽ ഇമാതിരി ഒരു എന്താ പറയുക ഒരു ബട്ടർ സ്മൂത്ത് സാധനം നിങ്ങൾ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏത് UI ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഏത് സ്കിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു നമ്മുടെ പിക്സലിൻ്റെ ഒരു UIൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ വേറെ ഒറ്റ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അത് ഉറപ്പ് തരാൻ പറ്റും. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ പിക്സൽ 7 വാങ്ങിച്ചിട്ട് നമ്മൾ ട്രൈ നോക്കിയിരുന്നു. ഞാൻ പിന്നെ അത് വിറ്റു. ഇപ്പം ഞാൻ പിക്സലായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിക്സലായിട്ട് എടുക്കണോ അതുപോലെ ഷയോമി 14 എടുക്കണോ എന്താ വെച്ചാൽ ഓൾറെഡി കുറേ ഫോൺ എടുത്തിട്ട് നമ്മളിങ്ങനെ വിൽക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ മെയിൻ പ്രൈമറി ഫോൺ എന്ന് പറയുന്നത് 2 അതല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഇഷ്ടം പോലെ OnePlus ഫോണും അതുപോലെ തന്നെ പിക്സലൊക്കെ നമ്മൾ മുമ്പും വീഡിയോ എടുക്കാൻ നമ്മുടെ മെയിൻ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. അത് നമ്മൾ എടുത്തിട്ട് വിൽക്കാറാ പതിവ്. അപ്പോൾ ശരിക്കും നഷ്ടമാണ് സംഭവം. അപ്പോൾ ഞാനത് ഷയോമി 14 ആക്ച്വലി ഞാൻ ആമസോണിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം 50,000 രൂപയുടെ താഴെ വരുന്ന ഒരു നല്ല കിടിലൻ ഫോണാണ്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യണോ എന്ന് ആലോചിച്ചിരിക്കുകയുണ്ടോ. ഇത് ഇപ്പോൾ 47,999 നമുക്ക് അവൈലബിൾ ആണ്. 12 GB 512 GB മെമ്മറി ഒക്കെ ആയിട്ട് കിടിലൻ ഫോണാണ് സാധനം. ക്യാമറ പ്രത്യേകിച്ച് ക്യാമറ പക്ഷേ ബ്രാൻഡ് നെയിം മാത്രമേ കൊള്ളില്ലാത്തുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. കുറേ പേർക്ക് ഈ ബ്രാൻഡ് കൺസേൺ ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രീമിയം കാശ് കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് കുറേ പേർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ പിക്സൽ ഒരു 35,000 രൂപയ്ക്ക് സാധനം നല്ല വേർത്ത് തന്നെയാണ്. എന്താ വെച്ചാൽ അത് ലോഞ്ച് ചെയ്തേക്കുന്നത് 70,000 രൂപയ്ക്കും 60,000 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ സെയിൽസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി പ്രൈസ് നോക്കിയാൽ മതി. ഇന്നലെ തന്നെ ഒരു ഉച്ചയ്ക്കൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 65,000 രൂപയ്ക്കായിരുന്നു പിക്സൽ 8ൻ്റെ, അതും ബേസ് വേരിയൻറ്റിന്. അപ്പോൾ 35,000 രൂപയ്ക്ക് പിക്സൽ 8 നല്ലൊരു ഡീൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പിക്സൽ സീരീസ് ഇതായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക. നല്ല കിടലൻ സാധനം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഡീൽ വന്നേക്കുന്നത് നമ്മുടെ മോട്ടറോളയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഞാൻ ആക്ച്വലി ഇത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. എടുക്കണോ എന്ന് ആലോചിച്ചിരിക്കുക. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിനെതിരെ കുറേ കംപ്ലയിൻറ്റ്സ് സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അവർ സെല് ചെയ്യുന്നത് ഫുള്ള് റീഫർബിഷ് ആയിട്ട് ഓൾറെഡി യൂസ് ചെയ്ത ഡിവൈസൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ ട്വിറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പിക്സലിനും ഐഫോൺസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കവറേജ് വാറണ്ടി കവറേജ് അവരുടെ വെബ്സൈറ്റിൽ വഴി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കുമ്പോൾ 90% ആൾക്കാരുടെയും നോക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച ഡേറ്റിലല്ല അതിന് മുമ്പേ സാധനം ആക്ടിവേറ്റഡ് ആണ്. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ട്വിറ്ററിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ട്. പക്ഷേ പിക്സൽ ഒഫീഷ്യലി ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ വേറെ കാര്യം. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്താൽ മതി. പക്ഷേ ഓപ്പൺ ബോക്സിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രം പിൻ കൊടുത്താൽ മതിയിട്ട്. അത് ഉറപ്പ് വരുത്തുക. ഫുൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിൻ കൊടുത്തു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നാമതേ ഫ്ലിപ്കാർട്ട് തിരിഞ്ഞ് നോക്കില്ല. ഇതാണെങ്കിൽ തീരെ തിരിഞ്ഞ് നോക്കില്ല. അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കിയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നത് മാത്രം നോക്കിയിട്ട് പിൻ കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇവർക്ക് ആക്ച്വലി ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ഏജൻസ് ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര നഷ്ടമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അവർക്കൊരു ഡേയിൽ എത്ര ഡെലിവറിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ക്യാഷ് വരിക. പക്ഷേ ഈ ഓപ്പൺ ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പിച്ചി പറക്കി ഫുൾ പെട്ടെന്ന് ഊരി പോകുന്നത്. അപ്പോൾ ഫുൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. നല്ല ഡീൽ തന്നെയാണ്. ഞാൻ കാണിച്ചത് അതിൻ്റെ ഡീൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഉണ്ട് ഒറിജിനൽ പ്രൈസ് വന്നേക്കുന്നത് 38,999 ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ICICI ബാങ്കിൻ്റെ കാർഡ് ഉണ്ട്. ഇത് പക്ഷേ ഈ എല്ലാ വേരിയൻറ്റും എല്ലാ പിൻകോഡിലും അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ പിൻകോഡിൽ കണ്ടോ ഈ ഹാസൽ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത്. ബ്ലാക്ക് കളറാണ് മിക്ക എല്ലാ ഏരിയസിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം അത് ചില സമയത്ത് ആദ്യം സ്റ്റോക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പ്രൈസ് കുറഞ്ഞ കാരണം കുറേ പേര് വാങ്ങിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുണ്ടോ
34,499, അതായത് 34,500 രൂപയ്ക്ക് നമുക്ക് ആക്ച്വലി ഓഫറിലടക്കം നമുക്ക് ഈ സാധനം വാങ്ങിക്കാൻ പറ്റും. നല്ല ഡീൽ തന്നെയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് പറയാനാ വന്നതെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ അറിയുന്നതായിരിക്കും 38,000 രൂപയ്ക്ക് പിക്സൽ വാങ്ങിക്കണോ. ഞാൻ ആക്ച്വലി കയ്യും പൂട്ടി തംസപ്പ് തന്നെ തരും. പിക്സൽ 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. ഒരു ഗെയിമിങ്ങിന് ഒഴിച്ച് നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടുക. നിങ്ങൾക്ക് അറിയാം ഒരു കോമ്പാക്ട് ഫോണാണ്, അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് ഒക്കെ അതിനനുസരിച്ച് മാത്രം ഇത് വെക്കട്ടാ, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം 1 day ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ടെങ്കിൽ ഗെയിമിങ് ഞാനതായാലും പറയില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒറ്റ പിക്സൽ ഫോണിലും ഗെയിമിംഗ് റെക്കമെൻഡ് അല്ല. പിക്സൽ പ്രോ സീരീസ് ആയാലും ഗെയിമിംഗ് പറ്റില്ല. അപ്പോൾ അവരുടെ ടെൻസർ ചിപ്പ് എന്ന് പറയുന്നത് സാംസങ് ആയിട്ട് ടൈപ്പ് ചെയ്തിറക്കുന്നത് ചിപ്പാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു പക്ഷേ അവരുടെ ഒരു കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവരുടെ UI ആയിട്ടുള്ള ഒരു ലിങ്കും സംഭവങ്ങളൊക്കെ കാരണമാണ് ഇത്രയും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കി എല്ലാ സാധനത്തിനും ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ബട്ടർ സ്മൂത്ത്. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. 7 years അപ്ഡേറ്റ് വരുന്നുണ്ട്. ഗെയിമിങ്ങിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് കണ്ണുമുട്ടി വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ്. അടുത്ത കാണാം.